നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരാളെ പാമ്പ് കടിക്കുന്നത് സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഒരേ ആളെ തന്നെ നിരവധി തവണ, അതും ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രം പാമ്പ് കടിക്കുന്നത് ഒരു അപൂർവമായ വാർത്തയാണ്. ഏതായാലും തുടർച്ചയായ പാമ്പ് കടിയാൽ വലയുകയാണ് ഒരു യുവാവ്. 40 ദിവസങ്ങൾക്കിടെ 7ഓളം തവണയാണ് ഉഗ്രവിഷമുള്ള പാമ്പിന്റെ കടിയേറ്റതെന്നാണ് ഈ ഒരു യുവാവ് വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത്. ഉത്തർപ്രദേശിലെ ഫത്തേഹ്പൂർ സ്വദേശിയായ വികാസ് ദുബെ എന്ന 24-കാരനാണ് ഈ ഒരു ദുരവസ്ഥയുണ്ടായിരിക്കുന്നത്. എല്ലാ ശനിയാഴ്ചയുമാണ് ഇയാൾക്ക് പാമ്പിന്റെ കടിയേൽക്കുന്നതെന്നും ഈ യുവാവ് പറയുന്നുണ്ട്. ഏതായാലും വളരെ വിചിത്രമായ സംഭവമാണ് ഉത്തർപ്രദേശിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. 40 ദിവസത്തിനിടെ 7 തവണയാണ് വികാസ് ദുബെ എന്ന യുവാവിനെ പാമ്പ് കുത്തിയത്. സംഭവം അന്വേഷിക്കാനായി 3-അംഗ വിദഗ്ധ സംഘത്തിന് രൂപം നൽകിയതായി ചീഫ് മെഡിക്കൽ ഓഫീസർ രാജീവ് നയൻഗിരി പറഞ്ഞു. എല്ലാ ശനിയാഴ്ചയും ഒരാൾക്ക് പാമ്പിന്റെ കടിയേൽക്കുന്നു എന്നത് വളരെ വിചിത്രമാണ്. ഇയാളെ പാമ്പ് തന്നെയാണോ കടിച്ചതെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇയാളെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ക്ഷമതയും പരിഗണിക്കേണ്ടതുണ്ട്. എല്ലാ ശനിയാഴ്ചയും പാമ്പ് കടിയേൽക്കുന്ന ആളെ എല്ലാ തവണയും ഒരേ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ഒരു ദിവസം കൊണ്ട് അയാൾക്ക് ഭേദമാകുന്നു. ഇത് വളരെ വിചിത്രമാണെന്നാണ് രാജീവ് നയൻഗിരി പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ സംഭവം അന്വേഷിക്കാനായി വിദഗ്ധ സംഘം രൂപീകരിച്ചത്. 3 ഡോക്ടർമാരടങ്ങുന്ന വിദഗ്ധ സംഘമാണ് ഇത് അന്വേഷിക്കുക. അന്വേഷണത്തിന് ശേഷം ഇതിന്റെ വസ്തുത ഞങ്ങൾ ജനങ്ങളോട് പറയുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. പാമ്പ് കൊത്തിയതിന്റെ ചികിത്സയ്ക്കായി ഒരുപാട് പണം ഇതിനകം ചെലവായെന്ന് പറഞ്ഞ് വികാസ് ദുബെ കളക്ടറേറ്റിൽ വന്നിരുന്നു. സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം വേണമെന്ന് അയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളിൽ ആന്റി സ്നേക്ക് വെനം സൗജന്യമായി ലഭിക്കുമെന്നും അദ്ദേഹത്തോട് പറഞ്ഞു. മെഡിക്കൽ ഓഫീസർ രാജീവ് നയൻഗിരിയുടെ വാക്കുകളാണിത്. ചികിത്സിക്കുന്ന ഡോക്ടറുടെ പക്കൽ നിന്നും കൂടുതൽ വിവരങ്ങളും തേടണം. എല്ലാ ശനിയാഴ്ചകളിലും ഒരാൾക്ക് പാമ്പ് കടി ഏൽക്കുന്നതും ഒരേ ആശുപത്രിയിൽ തന്നെ ചികിത്സയ്ക്ക് എത്തുന്നതും വെറും ഒറ്റ ദിവസം കൊണ്ട് സുഖം പ്രാപിക്കുന്നതും വളരെ വിചിത്രമായി തോന്നുന്നു. ഇനി ഇതിന് പിന്നിൽ എന്തെങ്കിലും തട്ടിപ്പുണ്ടോ എന്നുള്ളതും വ്യക്തത വരുത്തേണ്ട കാര്യമാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനായി 3 ഡോക്ടർമാരടങ്ങുന്ന സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. യഥാർത്ഥ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ കൂടുതൽ നടപടി സ്വീകരിക്കുകയുള്ളൂ എന്നും ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർച്ചയായി പാമ്പ് കടിയേറ്റതോടെ താമസ സ്ഥലത്തെ പ്രശ്നമായിരിക്കുമെന്നാണ് വീട്ടുകാർ ആദ്യം കരുതിയിരുന്നത്. പിന്നീട് ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചെങ്കിലും അവിടെയും രക്ഷയുണ്ടായിരുന്നില്ല. ജൂൺ 2-നാണ് വികാസിന് ആദ്യമായി പാമ്പ് കടിയേൽക്കുന്നത്. എല്ലാ തവണയും യുവാവ് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടതെന്നും ചികിത്സിച്ച ഡോക്ടർമാർ പ്രതികരിച്ചു. ശനിയാഴ്ച ദിവസമോ ഞായറാഴ്ച ദിവസമോ ആണ് പാമ്പ് കടി ഏൽക്കുന്നതെന്നും അതിനാൽ വളരെയധികം ശ്രദ്ധിച്ചാണ് കഴിഞ്ഞിരുന്നതെന്നും വികാസ് നേരത്തെ പറഞ്ഞിരുന്നു. വികാസിന്റെ ആരോഗ്യനില മുൻപത്തെ പോലെയല്ലെന്നും 24 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് വ്യക്തമായി എന്തെങ്കിലും പറയാൻ സാധിക്കുള്ളൂ എന്നാണ് ഡോക്ടർമാർ നിലവിൽ പറയുന്നത്. ഏതായാലും അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം മാത്രമാണ് ഇതിന് പിന്നിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ.